എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ദേവ് സ്റ്റോക്സ്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണ്. എല്ലാവരും സുഖമായിട്ടിരിക്കുക. നമ്മുടെ വീഡിയോസ് കാണുന്ന കുറച്ച് പേരൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്റെ 2-3 ദിവസമായിട്ട് കാണുന്നില്ല, എന്ത് പറ്റി? പേഴ്സണലി കുറച്ച് തിരക്കുകളുണ്ടായിരുന്നു. അതിനേക്കാൾ ഉപരി ഇപ്പോൾ സോഷ്യൽ മീഡിയ നടക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇന്ന് ഏകദേശം ഒന്ന് അവസാനിച്ചും തോന്നുന്നു പ്രവീണിന്റെയും പ്രണവിന്റെയും വിഷയം. പ്രവീൺ, മൃദുല, പ്രണവ് കൊച്ചു ഇവരുടെ ഫാമിലി ഇഷ്യൂ ആണ്. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കാത്തത് എന്തുകൊണ്ടാണ് എന്ന് 1-2 പേരൊക്കെ എന്നോട് ചോദിച്ചു. എൻ്റെ ഒരു മറുപടി എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ഫാമിലി പരമായിട്ടുള്ള കാര്യങ്ങൾ അവർ ഇന്ന് ശത്രുക്കളാണെങ്കിൽ നാളെ മിത്രങ്ങളാവും. അപ്പോൾ അതിനെക്കുറിച്ച് അഭിപ്രായം പറയുന്നവർ തെറ്റുകാരുമാവും. എക്സാക്ട്ലി അത് തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. അവരുടെ വീഡിയോസ് ഒക്കെ ഹൈഡ് ചെയ്തിട്ട് അവരുടെ വഴിക്ക് പോയിട്ടുണ്ട്. കുടുംബമാണ്, അവിടെ ചെറിയ ചെറിയ പൊട്ടലും ചീറ്റലും ഒക്കെ ഉണ്ടാവും. അത് പ്രത്യേകിച്ച് യൂട്യൂബേഴ്സിന്റെ ഫാമിലിയിലാവുമ്പോൾ, അതും ഫാമിലി വ്ളോഗേഴ്സ് ആകുമ്പോൾ അവർ അവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് വഴിയൊക്കെ അത് ഷെയർ ചെയ്യും. പിന്നെ അത് ഒരു ചർച്ചാ വിഷയമായിട്ട് മാറും. അതാണ് അവിടെ സംഭവിച്ചത്. അതിനകത്ത് ആരുടെ ഭാഗത്താണ് ശരിയെന്നോ അല്ലെങ്കിൽ ആരുടെ ഭാഗത്താണ് തെറ്റെന്നോ നമുക്ക് വിലയിരുത്താൻ പറ്റില്ല. ഓരോരുത്തരും അവരുടെ വേർഷൻ ആയിരിക്കും വന്ന് സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് ആ ഒരു വിഷയത്തിൽ ഞാൻ ഇതുവരെ അഭിപ്രായം ഒന്നും പറയാൻ വേണ്ടി ഒരു വീഡിയോയും ചെയ്യാത്തത്. പക്ഷേ ഇന്നിപ്പോ രാവിലെ എനിക്കൊരു കോൾ വന്നു. ബ്രോ അറിഞ്ഞോ, നമ്മുടെ അതുലിനെ, ശരിക്കും യൂട്യൂബേഴ്സിന്റെ ഇടയിലുള്ള വക്കീൽ എന്നാണ് ഞാൻ അതുലിനെ പേഴ്സണലി വിശേഷിപ്പിക്കുന്നത്. കാരണം എവിടെ എന്ത് വിഷയമുണ്ടെങ്കിലും അതിൽ അവിടെ എത്തിയിരിക്കും. എവിടെ എന്ത് കോൺട്രവേഴ്സി ഉണ്ടെങ്കിലും, ഇപ്പം റിയാക്ഷൻ വ്ളോഗേഴ്സ് ഒരുപാട് പേരുണ്ട്. പക്ഷേ ഏതൊരു കാര്യവും ആദ്യം അറിയുന്നത് അതുലായിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഒരു സമയത്ത് സായി ആയിരുന്നു എന്ത് കാര്യം വന്നാലും അപ്പോൾ ആ സ്പോട്ടിൽ വീഡിയോ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോൾ ഞാൻ കാണുന്നത് അതുലിനെയാണ്. എവിടെ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അവിടെ അതുലുണ്ടാവും. അതുൽ അതിനെക്കുറിച്ച് വിമർശിക്കുകയും അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അഭിപ്രായം പറയുകയൊക്കെ ചെയ്യും. പക്ഷേ പലപ്പോഴും അതുലിനോട് ഞാൻ തന്നെ പേഴ്സണലി പറഞ്ഞിട്ടുണ്ട്, അതുലിൻ്റെ ഭാഷ ഒന്ന് സൂക്ഷിക്കണം, അതുലിൻ്റെ തമ്പനയിൽ ഒന്ന് സൂക്ഷിക്കണം എന്നൊക്കെ ഞാൻ പലപ്പോഴും അതുലിനോട് പേഴ്സണലി പറഞ്ഞിട്ടുണ്ട്. അതുലിൻ്റെ ചാനലിൻ്റെ താഴെ പോയി കമൻറ്റ് ചെയ്തിട്ടുണ്ട്, ഒക്കെ ചെയ്തിട്ടുണ്ട്. അതൊരിക്കലും അതുലിനെ നന്നാക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ ഞാൻ നല്ലവനാണെന്ന് വിചാരിച്ചിട്ടോ ഒന്നുമല്ല. നമ്മൾ യൂട്യൂബിൽ വീഡിയോ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വീഡിയോ ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ലാംഗ്വേജ്, നമ്മൾ എവിടെ വളർന്നവരായിക്കോട്ടെ അല്ലെങ്കിൽ എവിടെ പഠിച്ചവരായിക്കോട്ടെ, നമ്മൾ സംസാരിക്കുന്ന പബ്ലിക്കിനോടാണ്. ഇപ്പം ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ എൻ്റെ നാവിൽ നിന്ന് വരുന്ന വാക്കുകളിലൂടെയാണ് നിങ്ങൾ എന്നെ വിലയിരുത്തുന്നത്. അല്ലാതെ എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നോ അല്ലെങ്കിൽ ഞാൻ എങ്ങനെയാണ് ജീവിക്കുന്നത് ഒന്നും നിങ്ങൾക്ക് അറിയത്തില്ല. ഞാൻ സംസാരിക്കുന്ന രീതിയിലൂടെയാണ് നിങ്ങൾ എന്നെ മനസ്സിലാക്കുന്നത്, നിങ്ങൾ എന്നെ വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ അതുലിനോട് പറഞ്ഞിട്ട് അതുലിൻ്റെ ഭാഷ, അതിൽ സംസാരിക്കുന്ന രീതി പലരെയും വളരെ പുച്ഛത്തോടെയാണ് അതിൽ വിലയിരുത്തുന്നത് അല്ലെങ്കിൽ അതിൽ സംസാരിക്കുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോൾ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ആ ഭാഷ സൂക്ഷിക്കണം, സംസാരിക്കുന്ന രീതി. അപ്പോൾ ഒരിക്കൽ അതുൽ തന്നെ പറഞ്ഞു, ബ്രോ ഞാൻ ശ്രദ്ധിച്ചോളാം എന്ന് പറഞ്ഞു. ഇന്നിപ്പോൾ മല്ലു ഫാമിലിയിൽ സുജിൻ അതുലിനെ അറഞ്ചം പുറഞ്ചം തെറി പറഞ്ഞിട്ടുണ്ട്. ശരിക്കും എന്നെ വിളിച്ച് പറഞ്ഞ ആൾ പറഞ്ഞത്, ബ്രോ അതുലിനെ എങ്ങനെ സുജിൻ തെറി പറയുന്നു, വീഡിയോ കണ്ടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ കണ്ടില്ല, ഞാൻ ആ സമയത്ത് വർക്കിലായിരുന്നു, കണ്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഹെഡ്സെറ്റ് വെക്കാതെ തന്നെ കണ്ടത്. സുജിൻ എന്തൊക്കെയാ പറയുന്നതെന്ന് ദൈവത്തിന് പോലും അറിയില്ല. അമ്മാതിരി തെറിയാണ് സുജിൻ പറയുന്നത്. സുജിനെ പേഴ്സണലി എനിക്ക് അറിയില്ല, അതുലിനെ എനിക്ക് പേഴ്സണലി അറിയില്ല. എന്നാൽ പോലും അതുലിനെ ഞാൻ മെസ്സേജ് അയച്ചെങ്കിലുള്ളൊരു പരിചയമുണ്ട്. സുജിനെ എനിക്ക് അതുപോലും ഇല്ല. ഇന്നിപ്പോൾ സുജിൻ പറഞ്ഞ കാര്യങ്ങൾ അതുൽ ചോദിച്ചു വാങ്ങിയതാണെന്ന് ഞാൻ പറയുള്ളൂ. എനിക്ക് അതുലിന്റെ വീഡിയോ കാണുമ്പോൾ അല്ലെങ്കിൽ വീഡിയോസ് കാണുമ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞൊരു കാര്യം, പലപ്പോഴും അതിൽ പേഴ്സണലി ഗ്രഡ്ജ് വെച്ച് സംസാരിക്കുന്ന ഒരാളായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ആരോടെങ്കിലും എന്തെങ്കിലും ദേഷ്യം തോന്നിക്കഴിഞ്ഞാൽ പിന്നെ അവരുടെ കാര്യങ്ങൾ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അത് വെച്ചിട്ട് അതിൽ സംസാരിക്കും. അങ്ങനെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ സുജിൻ സംസാരിച്ച വാക്കുകൾ ഞാൻ പറഞ്ഞു, ഞാൻ ഹെഡ്സെറ്റ് വെച്ചിട്ടല്ല കേട്ടത്. തെറി എന്ന് പറഞ്ഞാൽ എജ്ജാതി തെറി, ഒരു രക്ഷയുമില്ലാതെയാണ് സുജിൻ സംസാരിക്കുന്നത്. അതിന് സുജിന് വ്യക്തമായ ന്യായീകരണങ്ങളുണ്ട് എന്തുകൊണ്ട് സുജിൻ അത്രയും പ്രൊവോക്ഡ് ആയിട്ട് സംസാരിച്ചു. പേഴ്സണലി പറയുകയാണെങ്കിൽ സുജിന്റെ വീഡിയോസ് അല്ലെങ്കിൽ അവരുടെ ഈ ചില ബെറ്റിംഗ് ഗെയിമുകളൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന കാര്യത്തെക്കുറിച്ചൊക്കെ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. എനിക്ക് പേഴ്സണലി സുജിനെ അങ്ങനെ ആ ഒരു രീതിയിൽ എനിക്ക് താല്പര്യവുമില്ല. പക്ഷേ ഫാമിലി വ്ളോഗർ എന്ന ലെവലിൽ ഓക്കെ, അവരുടെ ഫാമിലിയിലെ കാര്യങ്ങൾ സംസാരിക്കുന്നു, അവർ വീഡിയോ ഇടുന്നു, ഒക്കെ നല്ല കാര്യങ്ങൾ. പക്ഷേ ഈ ബെറ്റിംഗ് ആപ്പുകൾ പ്രൊമോട്ട് ചെയ്യുന്നതിന്റെ പേരിൽ ഒരു സമയത്ത് ഞാൻ തന്നെ സുജിനെ വിമർശിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ സുജിൻ ചെയ്ത ഈ ഒരു കാര്യം ഞാൻ ഒരു സല്യൂട്ട് കൊടുക്കും. കാരണം ആരെങ്കിലും എവിടെന്നെങ്കിലും ഒരു കൊട്ട് കൊടുക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. പറഞ്ഞാൽ കേൾക്കാത്ത പിള്ള അടി കൊണ്ടാലേ പഠിക്കുള്ളൂ എന്നൊരു ഒരു പഴയ ചൊല്ലുണ്ട്, അല്ലെങ്കിൽ പഴയ ഒരു വാക്യമുണ്ട്. അത് പണ്ടുള്ള ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്. എന്ന് പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു ദിവസം അതുലിന് ഒരു അടി കിട്ടും എന്നുള്ളത് എനിക്ക് ഉറപ്പുള്ള കാര്യമായിരുന്നു. ശരിക്കും പ്രവീണിന്റെയും പ്രണവിന്റെയും ആ ഇഷ്യൂ നിൽക്കുന്ന സമയത്ത് അതൊന്ന് ഒതുങ്ങിയപ്പോഴാണ് ഈ പറയുന്ന സുജിൻ തെറി പറഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്തേക്കുന്നത്. അതിന് അതിലൊരു മറുപടി വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ വീഡിയോ ഞാൻ കാണാൻ നിൽക്കുന്നില്ല. കാരണം അതിന്റെ മറുപടി എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് ഊഹിക്കാൻ പറ്റും. തെറിക്ക് ബദൽ തെറിയായിട്ട് തന്നെ അതിൽ സംസാരിക്കുള്ളൂ. എന്തായാലും സുജിന്റെ വീഡിയോ നമുക്കൊന്ന് കാണാം. എന്തിനു വേണ്ടിയാണ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് സുജിൻ അവിടെ അതുലിനെ തെറി പറഞ്ഞത്. ഇതിനകത്ത് സുജിൻ തെറി പറയുന്ന പോർഷൻസ് ഞാൻ മ്യൂട്ട് ചെയ്യും, ഞാൻ അവിടെ കേൾപ്പിക്കില്ല. തെറി കേൾപ്പിക്കാൻ എനിക്ക് താല്പര്യമില്ല. എന്തുകൊണ്ടാണ് സുജിൻ ഇത്തരം വാക്കുകൾ അല്ലെങ്കിൽ ഇത്തരം തെറികൾ, നിങ്ങൾക്ക് ആ തെറികൾ കേൾക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ സുജിന്റെ ചാനലിൽ പോയി കാണാം. അതല്ല, ഈ പറയുന്ന അതുൽ എന്ത് പറഞ്ഞിട്ടാണ് സുജിൻ ആ തെറികൾ പറഞ്ഞത്. ഞാൻ വീണ്ടും പറയുന്നു, അതുൽ ഇനിയെങ്കിലും അതുലിന്റെ സംസാരം അല്ലെങ്കിൽ ഭാഷ ശരിയാക്കിയില്ലെങ്കിൽ ചിലപ്പോൾ ഇപ്പൊ തെറി കേട്ടു, നാളെ ചിലപ്പോൾ തല്ല് വരെ കൊള്ളാൻ സാധ്യതയുണ്ട്. അത്തരത്തിലാണ് അതുലിന്റെ സംസാര രീതി. ആളുകളെ വല്ലാണ്ട് ചെറുതാക്കിയും അല്ലെങ്കിൽ പുച്ഛിച്ചും നമുക്ക് റിയാക്ട് ചെയ്യാം. റിയാക്ഷൻ വ്ളോഗേഴ്സ് ഒരുപാട് പേരുണ്ട്, അതിനകത്ത് മാന്യമായിട്ട് റിയാക്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. ഇപ്പം ഞാൻ ഒരുപാട് കണ്ടിട്ടുള്ള ഒരു വീഡിയോ ആണ് VK ടെക് വ്ളോഗ്സ്, അതുപോലെ മാസ്റ്റർ മൈൻഡ് മനു,
ഷീ ടോക്സിനെതിരായിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷെ അവരുടെ സംസാര ഭാഷ ഒരിക്കലും തെറ്റ് പറയാവുന്നതല്ല, നല്ല ഭാഷയാണ്. അതുപോലെ മൂപ്പൻസ് വ്ലോഗ്സ്, അങ്ങനെ കുറച്ച് പേരുണ്ട് നല്ല മാന്യമായ രീതിയിൽ സംസാരിക്കുന്നത്. ഇപ്പോൾ സായി ആണെങ്കിൽ പോലും സായിയുടെ ഭാഷ, ഇൻസ്റ്റാഗ്രാമിൽ സായിയുടെ കമന്റുകൾ കാണുമ്പോൾ നമുക്ക് വിചാരിക്കും അയ്യോ ഇത്രയും തെളിയൊക്കെ സായിക്ക് അറിയാമെന്ന് വിചാരിക്കും. പക്ഷേ സായി സംസാരിക്കുന്നത് പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് സംസാരിക്കും. എനിക്ക് സായിയുടെ സംസാരം ഇഷ്ടമാണ്. ആളുകൾ സായിയെ എതിർത്ത് സംസാരിച്ചാലും എനിക്ക് സായിയുടെ സംസാര രീതിയും സായി എടുക്കുന്ന ടോപ്പിക്കൊക്കെ എനിക്ക് ഇഷ്ടമാണ്. സായിയുടെ നിലപാടുകളോട് പലപ്പോഴും എനിക്കെതിരാണ്. എന്നാൽ പോലും ചില ടോപ്പിക്കുകൾ സംസാരിക്കുമ്പോൾ എനിക്ക് താല്പര്യമുണ്ട്. അങ്ങനെ മാന്യമായിട്ട് സംസാരിക്കുന്ന ഒരുപാട് വ്ളോഗേഴ്സ് ഉണ്ട്. അവർക്കെല്ലാം ഒരു അപമാനം എന്ന് തന്നെ പറയേണ്ടി വരും. അതുൽ എന്നോട് ഈ ഇടയ്ക്ക് ഒരാൾ പറഞ്ഞ കാര്യമാണ്. അതുലിന്റെ വീഡിയോസ് ഞാൻ കാണുന്നത് താല്പര്യം ഉണ്ടായിട്ടല്ല, പക്ഷേ ചില കോണ്ടന്റ് കിട്ടുമല്ലോ, അതുകൊണ്ടാണ് അതുലിന്റെ വീഡിയോസ് കാണുന്നതെന്ന് പറയാറുണ്ട്. എന്നാൽ അതുലിനെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്, അതുലിന്റെ വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. നമുക്ക് എന്തായാലും സുജിന്റെ വീഡിയോ കാണാം. സുജിന്റെ കുറച്ച് ഭാഗം ഞാൻ കാണിക്കുന്നുള്ളൂ, കാരണം ഏകദേശം 33 മിനിറ്റ് ഉള്ള ഒരു വീഡിയോ ആണ്. അതിന്റെ കുറച്ച് ഭാഗം മാത്രം ഞാൻ പ്ലേ ചെയ്യാം. നമസ്കാരം. പ്രവീൺ കൊച്ചു റിലേറ്റ് ചെയ്തിട്ടുള്ള ഇഷ്യൂമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ മല്ലു ഫാമിലി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലായിരുന്നു കേട്ടോ. അമ്മാതിരി ഞെട്ടിക്കുന്ന സംഭവങ്ങളും കൊണ്ടാണ് മല്ലു ഫാമിലി വന്നിട്ടുള്ളത്. ഇതിന്റെ ഇടയിൽ പോയിട്ട് നീ വീണ്ടും മൂക്കും വാങ്ങി കൂട്ടി നാട്ടുകാരെ വായിരിക്കുന്ന കുറച്ചുകൂടി പള്ളും കൂടി കേട്ട് ഏറി കയറി ഇതിന്റെ ഇടയിൽ കൂടി ഒന്നുകൂടി ഏറി കയറി പോകാനുള്ള വകുപ്പാണ് മല്ലു ഫാമിലി നീ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. നിനക്ക് പിന്നെ ഏറിൽ കയറുന്ന ഒരു കുടുംബ സ്വത്തായിട്ട് നീ കൊണ്ടു നടക്കുന്നത് കൊണ്ട് തന്നെ നാട്ടുകാരെ വായിലിരിക്കുന്ന കേട്ട് അണക്കുന്ന പണി അണക്ക് മറ്റോ എന്റെ വീടിന്റെ ഉള്ളിൽ ഇരുന്നിട്ട് ഒരു റിംഗ് ലൈറ്റും വെച്ചിട്ട് നാട്ടിൽ എന്റെ പണി അല്ല അണക്കുന്ന പണി എന്റെ മോനെ. ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞു അണക്കുന്ന പണി. ഇപ്പൊ ഞാൻ ഈ ഒരു വിഷയത്തിനെ പറ്റി സംസാരിക്കാൻ എനിക്കിവിടെ ചാപ്റ്റർ ഉണ്ട്. അതായത് എന്നെ പറ്റിയിട്ട് എന്റെ വീഡിയോസിന്റെ അടിയിൽ കമന്റ്സ് കണ്ടു. അവരെ വീടിന്റെ അടിച്ച് നോക്കിയപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു അത് മല്ലു ഫാമിലി പോലെ കാണിക്കുകയാണെങ്കിൽ അതുപോലെ എന്നെ പറ്റിയിട്ടുള്ള തമ്പലൈനുകൾ മറ്റുള്ള ട്രോൾ ചെയ്യുന്ന ആൾക്കാർ ഇട്ടിട്ടുണ്ട്. അണക്കുന്ന പണി അങ്ങനെ ചോദിക്കുന്നത് അതിൽ ചെപ്പശ്ശേരിക്ക് വായോ. ഞാൻ പാലക്കാട് ചെപ്പശ്ശേരി എന്റെ വീട്, ഞങ്ങൾ പറയും അണക്കുന്ന പണി. ഇപ്പൊ ഞാൻ 6 വർഷമായി ഇപ്പൊ യൂട്യൂബിൽ 1700-1500 ഞാൻ വീഡിയോസിൽ പോസ്റ്റ് ആക്കിയിട്ടുണ്ട്. ഇതുവരെയും ഞാൻ മറ്റവരെ വിറ്റിട്ടല്ല ഞാൻ ഇവിടെ ജീവിക്കുന്നത്. ഞാൻ എന്റെ അടുക്കള കാര്യട്ടോ എന്റെ വീടിന്റെ കാര്യത്തൊന്നും വിഷയമല്ല. ഞാൻ എന്നെ പറ്റിയുള്ള വീഡിയോസ് മാത്രമേ ഞാൻ പോസ്റ്റ് ആക്കിയുള്ളൂ. അണക്കുന്ന പണി അവന്റെ കുറ്റങ്ങൾ കണ്ടുപിടിച്ചിട്ട് സംസാരിക്കണം. അണക്ക് പണി അണക്ക് വേറെ പണി അത് ഞാൻ ചിക്കൻ പണി പക്ഷേ അവിടെ ഇവിടെ ഇരുന്നിട്ട് മറ്റോ റിംഗ്ലൈറ്റ് വെച്ചിരുന്നിട്ട് മറ്റവനെ പറ്റി കുറ്റം പറയുക, അല്ലെങ്കിൽ നാട്ടുകാരെ നാളെ എന്താണ് ഉണ്ടാക്കണം എന്നുള്ളത് നോക്കിയിരിക്കുക. അതല്ല എന്റെ പണി. അണക്ക് വേറെ പണി. ഈ സ്വന്തം കിണ്ടിൽ കാണുമ്പോൾ അവരെ കണ്ടന്റ് ഉണ്ടാക്കുന്നത് വരെ ഈ ഒരു ഉണ്ടാക്കിയ വീഡിയോ കാണിച്ചാൽ ഞാൻ പ്രൊഫൈൽ കയറി നോക്കിയല്ലോ ഫുള്ള് മറ്റവരെ പറ്റി കുറ്റം പറയുന്നത് മാത്രമേ എന്റെ വീഡിയോ ഉള്ളൂ. അതാണ് മറ്റേ പണി. പിന്നെ കാര്യം പറയാം, ഞാൻ പറയുന്നത് മലയാളം, നമ്മുടെ നാട്ടിലെ ആൾക്കാർ പറയുന്ന മലയാളം, ബ്ലോഗ് ചെയ്യുന്ന ആൾക്കാർ പറയുന്ന മലയാളം, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന മലയാളം. പിന്നെ നീ എന്തിനാണ് അത് റിയാക്ട് ചെയ്യുന്നത്? നമുക്ക് കാണാണ്ട്. ഇപ്പൊ ഞാൻ വീഡിയോ ചെയ്തു, ഞാൻ എന്താ പറയുന്നത് മറ്റുള്ളവർക്ക് അറിയുന്നുണ്ട് ഞാൻ മലയാളമാണ്. എന്റെ വീടിന്റെ അടിയിൽ വരുന്ന ആൾക്കാർ കമന്റ് ഇടുന്നത് മലയാളമാണ്, എല്ലാം മലയാളമാണ്. പിന്നെ എന്നെ പോലെ ഒരു ഇതിന് അവിടെ ആവശ്യമില്ല, കാരണം ഇടയിൽ വന്നിട്ട് സംസാരിക്കേണ്ട ആവശ്യമില്ല. മനസ്സിലായോ? ആദ്യം നീ ഒരു കാര്യം ചെയ്യും, സ്വന്തമായിട്ട് എന്തെങ്കിലും കണ്ടന്റ് ഉണ്ടാക്കിയിട്ട് ചെയ്യും, കാരണം മറ്റൊന്റെ പോയി ഉണ്ടാക്കാതെ കേട്ടോ. അത് നമുക്ക് കേൾക്കാം. ഉളുപ്പില്ലാത്തത് കൊണ്ട് തന്നെ നീ അത് നിരന്തരം കേൾക്കുന്നു, ഞാൻ അത് കേൾക്കാൻ അർഹനാണെന്ന് പറഞ്ഞുകൊണ്ട് നീ ഇങ്ങനെ നടക്കും. എന്നാലും മല്ലു ഫാമിലി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, ഞാൻ അതിന്റെ കുറച്ച് ഭാഗങ്ങൾ ഞാനൊന്ന് കൊടുക്കാം. അതിൽ പാട് കണ്ടോ ഇത് മറ്റേ 2 ദിവസം മുന്നത്തെ ബ്ലോഗിൽ ഞാൻ പറഞ്ഞത് കുറെ ആൾക്കാർ കമന്റ്സ് കുറെ ഡിലീറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ എനിക്ക് കുറെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു ഇതിനെ പറ്റിയിട്ട്. ഇത് പൊന്നൂസ് അടിച്ചാൽ അയ്യേ പൊന്നൂസ് അടിച്ചാൽ ആ പെണ്ണിനെ കടിക്കുന്നു. പിന്നെ കുട്ടിണ്ടാക്കി തന്നത് ആണോ? അത് ഞാൻ ചോദിക്കുന്ന കാര്യം ചോദിക്കുന്നത് ആണോ ആയിരിക്കും ഉദ്ദേശിച്ചത്. അവക്ക് ഏതാ അറപ്പാ? വല്ലാത്ത അവസ്ഥയാണ് നിന്റെ അവസ്ഥ. മൊത്തത്തിൽ പരിതാപകരമാണ്. നീ എന്ത് പാടേ, നിന്നെ ആർക്കും വേണ്ടേ വീട്ടിലുണ്ട്, അവക്ക് പോലും കടിക്കാൻ വേണ്ടെന്ന് അവളൊരു വല്ലാത്ത അവസ്ഥ. ഇതിന്റെ ഇടയിൽ കൂടി കയറിയിട്ട് അവിടെ പ്രവീണിനും കൊച്ചുവിനും ഭയങ്കരമായിട്ടുള്ള വിഷയം നടക്കണം. അതിൽ പ്രവീണിന്റെ ഭാര്യയ്ക്ക് അടിയും കാര്യങ്ങളൊക്കെ കിട്ടി പാടുകളൊക്കെ എടുത്ത് കാണിക്കുന്നുണ്ട്. അതിന്റെ ഇടയിൽ കൂടി നിന്റെ ഈ ഓഞ്ഞ പാടാണ് കാണിക്കാൻ നടക്കുന്നത്. നിന്റെ ഓഞ്ഞ പാട് കാണിക്കാൻ നടക്കുന്നത്. ഈ പൊന്നൂസിനെ നിന്നെ വേണ്ട. ഒരാളേക്ക് കൂട്ടി തരുമോ? പൈസ തറച്ച് കൊടുക്കാൻ നമുക്ക് കിട്ടും, ഉണക്ക് കിട്ടുമോ? അത് പാടാണ്, ഇത് പാട് കണ്ടോ? ഇതിന്റെ പഴയ ഫോട്ടോസ് നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും ഇത് പാടാണ്. മീൻസ് ചെറുപ്പത്തിലുള്ളതാണ് ഇത്. പൊന്നൂസ് വരും മുമ്പേ പാടുണ്ട്, ചെറുപ്പത്തിലുണ്ടെന്ന്. എവിടെ അതെ എന്താ കുഴപ്പമാണ് കിട്ടിയത്? പൊന്നൂസേ അവനെ പിടിച്ചൊന്ന് കൊട, ക്ലിയർ ആയിട്ടൊന്ന് കുടഞ്ഞാൽ മതി. എവിടെ നിന്നാ പാട് വന്നതെന്ന് പറയോ? നന്നായിട്ട് ഇടിയും കൊടുത്ത് നല്ല വെള്ളം പിടിച്ചൊന്ന് കുടഞ്ഞ എവിടെ നിന്നാ പാട് വന്നതെന്ന് അവൻ പറയും. അവന് ചെറുപ്പത്തിലുണ്ടെന്ന് പാട് നല്ല. കാരണം എന്റെ കഴുത്തിൽ എവിടെ പാട് കാര്യങ്ങളൊക്കെ അറിയാനും അതുപോലെ തന്നെ അങ്ങനത്തെ കളെ കണ്ടുപിടിക്കാൻ ഇല്ലേ എന്റെ തന്ത പാട് എവിടെ നീ ഇത് കല്യാണം കഴിഞ്ഞ ഭാഗ്യം. കല്യാണം കഴിഞ്ഞില്ലെങ്കിൽ ആൾക്കാർ പറഞ്ഞിട്ട് ഈ ഞാൻ എന്നെ പറ്റിയുള്ള ഫോട്ടോസ് കാര്യങ്ങളെല്ലാം ഇപ്പൊ എന്റെ ഈ ഒരു വീഡിയോസ് മുകളിൽ ഞാൻ എന്റെ മോണിറ്റേഷൻ എനേബിൾ ആക്കുന്നില്ല. കാരണം അന്നെ പൈസ എനിക്ക് വേണ്ട, മനസ്സിലായല്ലോ? അതായത് പൈസ ഉണ്ടാക്കാനൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. അന്നെ പറ്റി ഇടുന്ന വീഡിയോസിൽ മോണിറ്റേഷൻ ഞാൻ എനേബിൾ ആക്കുന്നില്ല. അത് ഞാൻ അതിന്റെ ഈ എനേബിൾ ആക്കുന്നില്ല എന്നുള്ള വീഡിയോ ഞാൻ നാളത്തെ എന്റെ വീഡിയോസിൽ കൊടുക്കാൻ ഞാൻ കേട്ടോ. കാരണം എനേബിൾ ആക്കുന്നില്ല, കാരണം ഇവനുള്ള വീഡിയോന്റെ പേയ്മെന്റ് എനിക്ക് വേണ്ട. അത് ചെറുപ്പത്തിലുള്ളതാണ്. ഇത് നിങ്ങൾക്ക് എന്റെ പഴയ വീഡിയോ അത് ഞാൻ ഇതിപ്പോഴാണ് ഇതുവരെക്ക് ഞാൻ എന്നെ പറ്റി ഇതാക്കിയ വീഡിയോ ഞാൻ പറഞ്ഞാൽ കണ്ടത്. ഞാൻ ഇതുവരെക്ക് എന്റെ വീഡിയോസിന് ഒരു മറ്റേ ഇൻഡസ്ട്രിക്ക് കൊടുക്കുകയോ ഇതാക്കാൻ കൊടുക്കുകയോ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല, ഇപ്പോഴും ചെയ്യുന്നില്ല. കാരണം അങ്ങനെയെങ്കിലും ജീവിക്കണം, ജീവിക്ക് കേട്ടോ. ഓക്കെ, അപ്പൊ ഇങ്ങനെ പോകുന്ന ഒരു സംസാര രീതിയാണ് സുജിൻ ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. കംപ്ലീറ്റ് തെറികളാണ്. അതിൽ പറഞ്ഞ കാര്യങ്ങളെ റിയാക്ട് ചെയ്തുകൊണ്ട് പച്ച തെറികളിലൂടെയാണ് സുജിൻ സംസാരിക്കുന്നത്. പക്ഷേ ഇത്
ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതുൽ അർഹിച്ച് അല്ലെങ്കിൽ അതുൽ ചോദിച്ച് വാങ്ങിയതാണ്. പ്രവീണിന്റെയും പ്രണവിന്റെയും വിഷയത്തിനകത്ത് സുജിൻ സംസാരിച്ച് അതിനകത്ത് സുജിന്റേതായിട്ടുള്ള രീതിയിൽ സംസാരിച്ച അല്ലെങ്കിൽ സുജിന്റേതായിട്ടുള്ള വേർഷൻ സംസാരിച്ചതായിരിക്കും. അതിലൊരു പേഴ്സണൽ ഗ്രഡ്ജ് വെച്ച് സുജിനെ റിയാക്ട് ചെയ്തിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് അതുലിന്റെ വീഡിയോ കണ്ടപ്പോൾ. അതും വളരെ മോശമായിട്ട്, ശരിക്കും സുജിൻ ഒരു കഴിവില്ലാത്തവനാണ് എന്നൊക്കെ വരച്ച് കാണിക്കുന്ന ലെവലിലാണ് അതുലിന്റെ വീഡിയോ സംസാരിച്ചിട്ടുള്ളത്. വളരെ മോശമാണ് അതുൽ. ഇനിയെങ്കിലും അതുലിന്റെ ഈ സംസാര രീതി ഒന്നും ഒഴിവാക്കിയില്ലെങ്കിൽ, ഇപ്പോൾ അതുലിന്റെ പുതിയ വീഡിയോ വന്നിട്ടുണ്ട്, സുജിനെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിനകത്തും നമുക്ക് ഊഹിക്കാം എന്തായിരിക്കും അതിൽ പറഞ്ഞിട്ടുണ്ടാവുക എന്നുള്ളത്. നോർമലി സംസാരിക്കുമ്പോൾ അത്രയധികം ആളുകളെ പുച്ഛിച്ച് സംസാരിക്കുന്ന അതുൽ ഉറപ്പായിട്ടും ആ വീഡിയോയ്ക്കകത്തും പുച്ഛം വാരി ബദലിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ഞാനത് ആ വീഡിയോ വെച്ച് ഞാൻ റിയാക്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഞാൻ അതേക്കുറിച്ച് സംസാരിക്കാനോ താല്പര്യപ്പെടുന്നില്ല. അതുലിന് മാറ്റം ഉണ്ടാവും എനിക്ക് യാതൊരു പ്രതീക്ഷയില്ല. കാരണം ഒരിക്കൽ ഞാനിതുപോലെ ഈ അതുലിന്റെ തമ്പനയിലിനെ കുറിച്ചും അല്ലെങ്കിൽ അതിന്റെ ലാംഗ്വേജിനെ കുറിച്ചും പറഞ്ഞപ്പോൾ അതിൽ ഒരാഴ്ച ഞാനത് ശ്രദ്ധിക്കാം എന്ന് പറഞ്ഞ ഒരാഴ്ച അതിലിന്റെ സംസാര രീതിയിൽ മാറ്റങ്ങളുണ്ടായിരുന്നു. അതിൽ ആരെയും മോശമായിട്ട് സംസാരിച്ചിട്ടില്ല. ആ പോയിന്റിൽ നിന്നുകൊണ്ട് എന്താണോ മാറ്റർ, ആ മാറ്ററിൽ നിന്നുകൊണ്ട് മാത്രം സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ ആ ഒരാഴ്ചയ്ക്ക് ശേഷം വീണ്ടും ശങ്കരൻ തെങ്ങിന്റെ മേളിൽ തന്നെയാണ്, ഒരു മാറ്റവുമില്ല. ഞാൻ പറഞ്ഞു എനിക്ക് അതുലിനെ പേഴ്സണലി അറിയില്ല, പക്ഷേ റിയാക്ഷൻ വ്ളോഗേഴ്സിന് ഒരു അപമാനമായിട്ട് അതുലിന്റെ സംസാരം മാറുന്നുണ്ട്. ഒരാള് മോശമായിട്ട് സംസാരിച്ചാൽ ആളുകൾ ചിത്രീകരിക്കുന്നത് എല്ലാ റിയാക്ഷൻ വ്ളോഗേഴ്സും അതുപോലെയാണെന്നാണ്. അങ്ങനെ ചിന്തിക്കത്തുള്ളൂ. അവന്മാർ റിയാക്ഷൻ വ്ളോഗേഴ്സ് അവർ വല്ലവരുടെയൊക്കെ കോണ്ടന്റ് എടുത്തിട്ട് സംസാരിക്കുന്ന വ്യക്തികൾ എന്ന രീതിക്കാണ് എല്ലാവരും ഇപ്പോൾ സംസാരിക്കുന്നത്. അല്ലെങ്കിൽ എല്ലാവരുടെയും കാഴ്ചപ്പാട് അങ്ങനെയാണ്. ചില ആൾക്കാർ കമന്റിലൂടെ പ്രതികരിക്കുന്നു, ചില ആൾക്കാർ വീഡിയോയിലൂടെ പ്രതികരിക്കുന്നു. ആ വീഡിയോയിലൂടെ പ്രതികരിക്കുന്ന ആൾക്കാരെയാണ് റിയാക്ഷൻ വ്ളോഗേഴ്സ് എന്ന് പറയുന്നത്. പക്ഷെ അതിനകത്ത് ഒരു സഭ്യമായ ഭാഷ, മാന്യത ഒക്കെ പുലർത്തേണ്ട ആവശ്യമുണ്ട്. അതിൻ്റെ വീഡിയോയിൽ പലപ്പോഴും അതിൽ പറയാറുണ്ട്, ഞങ്ങൾ എത്തിക്സ് വെച്ചിട്ടാണ് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ എത്തിക്സ് കൈവിട്ട് അല്ലെങ്കിൽ എത്തിക്സ് കളഞ്ഞിട്ടല്ല സംസാരിക്കുന്നത് എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ അതുലിന്റെ വീഡിയോയിലും അതുലിന്റെ തമ്പനയിലും എന്ത് എത്തിക്സ് ആണ് ഉള്ളതെന്ന് എനിക്കറിയില്ല. ഞാനിപ്പോൾ വളരെ ശക്തമായിട്ട് അതുലിനെ വിമർശിക്കുന്നുണ്ട്. കാരണം ഒരിക്കൽ ഞാൻ ഇതുപോലെ സംസാരിച്ചിട്ടുണ്ട്. അതുലിനെയും അതുലിനെ പോലുള്ള ആൾക്കാരെയും കുറിച്ച് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് വിമർശിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരുടെ സംസാര ഭാഷയും ഇവരുടെ എഴുത്തുകളും അത്തരത്തിലായതുകൊണ്ടാണ്. ആളുകളെ കുറിച്ച് ആർക്കൊക്കെ ഹേർട്ട് ആവുന്നോ, സ്വന്തം വീട്ടുകാർക്കാണെങ്കിൽ അവർ അത്തരം വാക്കുകൾ ഉപയോഗിക്കുമോ എന്ന് വരെ ഞാൻ ചോദിച്ചിട്ടുണ്ട്. ഇത്രയും മോശമായിട്ടുള്ള വാക്കുകളിലൂടെയാണ് അവരവരുടെ എഴുത്തുകൾ അല്ലെങ്കിൽ അവരുടെ തമ്പനയിൽ കൊണ്ടുവന്നിട്ടുള്ളത്. അതുപോലെ തന്നെ അവരുടെ ഭാഷകൾ മറ്റുള്ളവർക്ക് എത്രമാത്രം ഹേർട്ട് ആവുമെന്ന് ഒന്നും ചിന്തിക്കത്തില്ല. എന്നാൽ മാന്യമായിട്ട് സംസാരിക്കുന്ന, മാന്യമായിട്ട് ഭാഷ ഉപയോഗിക്കുന്ന ഒരുപാട് റിയാക്ഷൻ വ്ളോഗേഴ്സ് ഉണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. അപ്പോൾ അവർക്കെല്ലാം ഒരു അപമാനം തന്നെയാണ് അതുലിനെ പോലുള്ള ആളുകൾ. ഇനിയെങ്കിലും അതിലൊന്ന് മാറും. ഞാനിത് ഓപ്പണായിട്ട് പറയാൻ കാരണം പേഴ്സണലി പറഞ്ഞിട്ട് കാര്യമില്ലാത്തത് കൊണ്ടാണ്, പറഞ്ഞ് ഫലമില്ലാതായി പോയതുകൊണ്ടാണ്. ഇനിയെങ്കിലും അതിലൊരു മാറ്റം ഉണ്ടാവുമോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ വീണ്ടും പറയുന്നു, എനിക്ക് തോന്നുന്നില്ല. കാരണം അങ്ങനെ മാറ്റം ഉണ്ടാവുമായിരുന്നുവെങ്കിൽ അതുലിന്റെ ഇപ്പോൾ ലാസ്റ്റ് വന്ന വീഡിയോ, സുജിൻ അഗെയിൻസ്റ്റ് വന്നൊരു വീഡിയോ, അതിന്റെ തമ്പനയിൽ അല്ലെങ്കിൽ അതിന്റെ സ്റ്റാർട്ടിങ് ഞാൻ കണ്ടപ്പോൾ എനിക്ക് തോന്നി എല്ലാവരും ഹെഡ്സെറ്റ് വെക്കൂ അല്ലെങ്കിൽ എന്തൊക്കെയോ ഡിസ്ക്ലൈമർ അതിനകത്ത് പറയുന്നുണ്ട്. അത് കണ്ടപ്പോൾ തോന്നി അതിനകത്ത് എന്തായിരിക്കും പറയാൻ പോകുന്നതെന്ന്. മാറുമായിരുന്നുവെങ്കിൽ ഒരിക്കലും അത്തരത്തിൽ സംസാരിക്കില്ല എന്ന് തോന്നുന്നു. ഇനി അതിനകത്ത് പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് എനിക്കറിയില്ല, ഞാനത് കേട്ടില്ല. തുടക്കം കേട്ടപ്പോൾ തന്നെ, ഈ ഡിസ്ക്ലൈമർ കേട്ടപ്പോൾ തന്നെ ഞാൻ വീഡിയോ സ്റ്റോപ്പ് ചെയ്തു. അത് ഞാൻ പുണ്യാളനായതുകൊണ്ടല്ല, എനിക്കത് കേൾക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണ്. എനിവേ, എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കാം. താങ്ക് യു.